നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിത്തിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ മീൻസ് ഒത്തിരി പേരുടെ റിക്വസ്റ്റ് കൊണ്ട് ചെയ്യുന്ന വീഡിയോ ആണ്. എന്താ വെച്ചാൽ ഒരുപാട് പേര് പഞ്ചമതിഥിയിൽ പീരീഡ്സ് ആയിട്ട് അവർക്ക് ഒന്ന് തൊഴാനോ ഒരു വിളക്ക് കത്തിക്കാനോ അങ്ങനെ ഒന്നും സാധിക്കാത്ത ഒരു അവസ്ഥയിലിരിക്കുന്നവർ ഒത്തിരി പേര് സങ്കടം പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ വരാഹിയമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾ ചെയ്താൽ മാത്രം മതി. ഇൻസ്റ്റൻ്റായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പഞ്ചമി തിഥി തീരും മുന്നേ ചെയ്തോളുക. ടൈമിങ്സ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ഏത് ദിവസം വേണമെങ്കിലും ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുക. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ പവർ എന്ന് പറയുന്നത് നമുക്കത് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നാൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇതിന് യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ല. ദാറ്റ് മീൻസ് ശുദ്ധബദ്ധമായിട്ടിരിക്കണമെന്നൊന്നുമില്ല. പീരീഡ്സ് ടൈമിലായാലും ശരി നിങ്ങൾക്കിത് ഫോളോ ചെയ്യാവുന്നതാണ്. ഇന്ന് പഞ്ചമി തിഥിയാണ്. ടൈമിങ്സ് നോക്കിയാൽ ഇന്ന്, അതായത് ഫെബ്രുവരി 17 തിങ്കളാഴ്ച അതിരാവിലെ 2:16 AM തുടങ്ങി നാളെ ഫെബ്രുവരി 18 ചൊവ്വാഴ്ച രാവിലെ 4:53 AM വരെയാണ് പഞ്ചമതിഥി ഉള്ളത്. സ്റ്റാർട്ടിംഗ് മൺഡേ 2:16 AM ടു എൻഡിങ് ട്യൂസ്ഡേ 4:53 AM. ഓക്കെ, ഇന്നത്തെ ദിവസം പഞ്ചമിതിഥി ആരും മിസ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് വൈകുന്നേരം 6:30 നാളെ രാവിലെ 4:53 AM ഇടയ്ക്ക് വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട ഒരു പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേർഡിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ഈ ടൈമിങ്സ് ശരിയായിട്ട് വിനിയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. അത്രയ്ക്കും പവർഫുള്ളാണ് പഞ്ചമിതിഥി. നല്ല വാർത്തകൾ മാത്രം കാതിൽ കേൾക്കാൻ അളവിന് ജീവിതം മാറ്റിമറിക്കും. ഈ വീഡിയോ വരാഹിയമ്മയുടെ അനുഗ്രഹമുള്ളവരുടെ കണ്ണിൽ മാത്രമേ പെടുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾ ചോദിക്കുന്ന കാര്യം, ആഗ്രഹിക്കുന്നത് എന്താണോ ഒരേ നാളിൽ കിട്ടിയിരിക്കും. കൊണ്ടുവന്ന് തരും വരാഹിയമ്മ. ഇനി വന്നോളൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. ഇന്നത്തെ ദിവസം ഒത്തിരി പവർഫുള്ളായ ഡേ. സോ വരാഹിയമ്മയുടെ കൂടെ നിങ്ങൾ എന്ത് ചോദിച്ചാലും കിട്ടും. അമ്മയുടെ ദിവസം, പഞ്ചമി ദിവസം, പഞ്ചമി തിഥി. സാധാരണ ദിവസങ്ങളിൽ അമ്മയോട് കൂടെ കേട്ട് നമ്മുടെ കാര്യങ്ങൾ അമ്മ നടത്തി തരുന്നതിനേക്കാൾ അതിശക്തമായിട്ട് ഇന്നത്തെ ദിവസം കേട്ടാൽ അമ്മ അത് പെട്ടെന്ന് നടത്തി തരും. ശക്തികൾക്കെല്ലാം ശക്തി കൂടി നമ്മൾ ചോദിക്കുന്ന വിഷയങ്ങളെല്ലാം ചെയ്ത് കിട്ടുന്ന ഒരു നാൾ. അതിനാൽ ഏത് കാരണം കൊണ്ടും പഞ്ചമിതിഥി നിങ്ങൾ മിസ് ചെയ്യരുത്. നമ്മൾ ഇന്ന് പറയുന്ന മെത്തേഡ് വന്നിട്ട് നിങ്ങൾ പഞ്ചമിതിഥി തീരുന്നതിന് മുന്നേ ചെയ്തോളുക. അതല്ല ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറുള്ള ദിവസമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്തോളുക. മനസ്സിലായല്ലോ? ഈ മെത്തേഡ് നിങ്ങൾ ചെയ്താൽ ഒരു 99% നിങ്ങൾ ചോദിക്കുന്ന കാര്യത്തിന് പോസിറ്റീവായ ആൻസർ നിങ്ങൾക്ക് കിട്ടും. അത് അമ്മ കൊണ്ടുവന്ന് തരും. ശരിയാ? എന്താ ആ മെത്തേഡെന്ന് പറയാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഇപ്പോൾ
ഞാൻ പറയുന്ന ഈ വിഷയത്തിന് ആവശ്യമായ പൊരുൾകൾ എന്തെന്ന് നോക്കിയാൽ ഒരു വൈറ്റ് പേപ്പർ അല്ലാച്ചാൽ ഒരു വൈറ്റ് നോട്ട് ഏതോ ഒന്ന് എടുത്തോളുക. ഞാനത് മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സ്വിച്ച് വേർഡ്സ്, ഏഞ്ചൽ നമ്പേഴ്സൊക്കെ എഴുതാനായിട്ട് ഒരു നോട്ട് ബുക്ക് കരുതി വെച്ചേക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ കളറ് പെൻ കൂടെ എടുത്തോളുക. അത് ഡോട്ട് പെന്നോ മാർക്കർ പെന്നോ സ്കെച്ച് പെന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണോ എടുത്തോളുക. ഇത് 2 പൊരുൾകൾ വെച്ചിട്ടാണ് ഈ കാര്യം നമ്മൾ ചെയ്യുന്നത്. ഇത് നോക്കിക്കോളൂ. അമേസിങ്, ഷൈൻ, സക്സസ്. ഈ സ്വിച്ച് വേർഡ് നമ്മൾ ജസ്റ്റ് വായാലെ പറഞ്ഞാലേ മതി, ഭയങ്കരമായിട്ട് പവർഫുള്ളായിരിക്കും. പിന്നെ നിങ്ങൾ എഴുതുമ്പോൾ അതിനും അധികം പവർ ഇങ്ങനെ വർദ്ധിക്കും. ഇത് വായാലെ പറയുമ്പോഴുള്ള പവറിനേക്കാളും അധികം നിങ്ങൾ എഴുതുമ്പോൾ കിട്ടും. അപ്പോൾ നിങ്ങൾ എഴുതുകയും വേണം, വായാലെ പറയുകയും വേണം. അതിനാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു നോട്ടോ ഒരു ഷീറ്റ് പേപ്പറോ കൂടെ ഗ്രീൻ കളർ പെന്നും എടുത്തോളുക. എന്നിട്ട് ഇങ്ങനെ എഴുതിക്കൊള്ളുക. അമേസിങ്, ഷൈൻ, സക്സസ്. എല്ലാം നിങ്ങൾ ഫുൾ ക്യാപ്സിൽ എഴുതിക്കൊള്ളുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? ഇത് എഴുതിയിട്ട് നിങ്ങൾ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് എന്താവശ്യമാണ് നടക്കേണ്ടത് അതെഴുതുക. നോക്കൂ, അമേസിങ്, ഷൈൻ, സക്സസ് എഴുതി താഴെയായിട്ട് ആവശ്യം നീഡ് 10 lakhs മണി. ഓക്കെ, മനസ്സിലായല്ലോ? ഇതുപോലെ നിങ്ങളുടെ ആവശ്യം എന്താണോ, അത് ഏതാവശ്യത്തിനാണോ അത് നിങ്ങൾക്ക് എഴുതാം. ബട്ട് ഒരേ ഒരു ആവശ്യം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മണിയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ നീഡ് 10 lakhs മണി എന്ന് എഴുതി. നിങ്ങൾക്ക് ആവശ്യം നീഡ് ബെറ്റർ ജോബിന് വേണ്ടി നിങ്ങൾക്ക് എഴുതാം. പിന്നെ നിങ്ങൾക്ക് മാരേജ് ആണെങ്കിൽ മാരേജ് നടക്കണം, അത് നിങ്ങൾക്ക് എഴുതാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഞാൻ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ കാണിച്ചതാണ്, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എബ്രോഡ് ജോലി വേണമെങ്കിലോ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ ആവശ്യം, ജോലിയിൽ സ്ഥാനക്കയറ്റം വേണമെന്നുണ്ടെങ്കിലോ അതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഈ മെത്തേഡ് വന്നിട്ട് നിങ്ങൾക്ക് മാക്സിമം ഉടനെ തന്നെ റിസൾട്ട് തരുന്നത്, ഇൻസ്റ്റൻറ്റ് സൊല്യൂഷന് കിട്ടും കേട്ടോ. ഒരേ ഒരു ദിവസത്തിലും റിസൾട്ട് കിട്ടും. അതിനുള്ള പവർ ഈ സ്വിച്ച് വേർഡ്സിന് ഇരിക്കുന്നുണ്ട്. പഞ്ചമി തീരും മുന്നേ ഒരു ആൻസർ നിങ്ങൾക്ക് വന്നു കിട്ടും. അത് ഡെഫിനിറ്റാണ്. അത്രയ്ക്കും ഭയങ്കരമായിട്ട് പവർഫുള്ളായിട്ടുള്ള നാളാണ് പഞ്ചമി. ആ നാളിൽ നമ്മൾ ചെയ്യുന്നതിനാലേ തീർച്ചയായും റിസൾട്ട് എന്നത് നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ വന്നു ചേരും. ഇത്രയും നിങ്ങൾ എഴുതിയല്ലോ. ഇനി അതിൻ്റെ അടുത്ത് താഴെയായിട്ട് ഇതിൻ്റെ കൂടെ വേറൊരു സ്വിച്ച് വേർഡ് കൂടെ നിങ്ങൾ ചേർത്ത് എഴുതണം. കാരണം അത്രയ്ക്കും ശക്തിയുള്ള സ്വിച്ച് വേർഡ്. ഇതെല്ലാം ചേർത്ത് ഒത്തിരി നല്ല റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. നോക്കൂ, അമേസിങ്, ഷൈൻ, സക്സസ്. അതിൻ്റെ താഴെ നീഡ് 10 lakhs മണി. ദെൻ നെക്സ്റ്റ് എഴുതേണ്ടത് ഉൾഫ് മാജിക് ബിഗിൻസ് നൗ. ഈ സ്വിച്ച് വേർഡ് വന്നിട്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് ആ വേർഡോടെ പവർഫുൾ നന്നായിട്ട് അറിയാം. ഇതെല്ലാം ചേർത്ത് എഴുതുമ്പോൾ എല്ലാം ചേർന്ന് ഒരു അമേസിങ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഒരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ് നമ്മൾ മൂന്നാമത് എഴുതിയത്. വുൾഫ് മാജിക് ബിഗിൻസ് നൗ. ഇത് മൂന്നാമത്തത് നമ്മൾ എഴുതി. ഇനി അതിൻ്റെ താഴെയും നമ്മൾ നീഡ് എഴുതുക. എഗെയിൻ നീഡ് 10 lakhs മണി. മനസ്സിലാവുന്നുണ്ടല്ലോ? അമേസിങ്, ഷൈൻ, സക്സസ്, നീഡ് 10 lakhs മണി. അതിൻ്റെ താഴെയായിട്ട് ഉൾഫ്
മാജിക് ബിഗിൻസ് നൗ. അതിൻ്റെയും താഴെയായിട്ട് എഗെയിൻ നീഡ് 10 lakhs മണി. ഇത്രയേ ഉള്ളൂ. ഈ ഒരേ ഒരു കാര്യം നിങ്ങൾ പറയുന്ന സമയത്തിന് കറക്റ്റായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഏത് വിഷയം നടക്കണമെന്ന് കരുതുന്നുവോ ആ വിഷയം കറക്റ്റായിട്ട് നിങ്ങൾക്ക് നടക്കും. നിങ്ങൾ വരാഹിയമ്മയെയും പ്രേ ചെയ്ത് ഒരേ ഒരു പേപ്പറിൽ ഒരേ ഒരു ടൈംസ് നിങ്ങൾ എഴുതിയാലും മതി. പക്ഷേ പഞ്ചമി തിഥിയിൽ അല്ല ചെയ്യുന്നവരാണെങ്കിൽ കറക്റ്റായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ചെയ്തോളുക. മനസ്സിലായല്ലോ? ഇതൊരു വലിയ കാര്യം ചെയ്യുന്ന സമയമൊന്നും ആകത്തില്ല, സമയമെടുത്ത് ചെയ്യുന്ന കാര്യവുമല്ല. പഞ്ചമി തിഥി തീരുന്നതിന് മുന്നെയോ അതല്ലാത്തപ്പോൾ ബ്രഹ്മമുഹൂർത്ത സമയത്തോ ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി വച്ചാലേ മതി. ഇനഫ്. ഈ വിഷയത്തിൽ നിന്നുണ്ടാകുന്ന സക്സസ് നിങ്ങളെ തേടി വരും. കാരണം ഈ സ്വിച്ച് വേർഡിന് അത്രയ്ക്കും പവർ ഇരിക്കുന്നുണ്ട്. വരാഹി അമ്മനെ മനസ്സിൽ നല്ല പ്രാർത്ഥിച്ചിട്ട് പഞ്ചമി സമയത്ത് നിങ്ങളിത് ചെയ്യൂ. തീർച്ചയായും നമുക്ക് ഫേവറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. പഞ്ചമി തിഥിയിൽ പറ്റാത്തവർ ഏത് ദിവസം വേണേലും ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യാം. എന്നാൽ പഞ്ചമി തിഥിയിൽ ചെയ്താൽ തിഥി ഇരിക്കുന്നതിനാലേ നമ്മൾ ചോദിക്കുന്നത് അമ്മ അപ്പോൾ തന്നെ ചെയ്തു തരും. പേപ്പറിലാണ് എഴുതുന്നവരെങ്കിൽ ഈ പേപ്പർ നിങ്ങളുടെ പേഴ്സിൽ വയ്ക്കാവുന്നതാണ്. അതല്ല നിങ്ങൾ ബുക്കിലാണ് എഴുതുന്നത് എങ്കിൽ നിങ്ങൾ ആ ബുക്ക് എടുത്ത് പൂജ അറയിൽ വയ്ക്കാവുന്നതാണ്. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് വയ്ക്കാം. അത് സൂക്ഷിച്ച് വയ്ക്കുക, എവിടെ എടുത്ത് കളയാതിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ വീട്ടിൽ അമ്മയെ പ്രാർത്ഥിച്ച് ഒന്നും ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇത് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവും. ഇതിൻ്റെ കൂടെ നിങ്ങൾ വരാഹി അമ്മയ്ക്ക് ഒരു മഞ്ഞൾ മാല കൂടെ കെട്ടിച്ചാർത്തുക. മാല കെട്ടുമ്പോൾ മഞ്ഞൾ ഓഡ് നമ്പേഴ്സിൽ ആയിരിക്കണം, അത്രയും ശ്രദ്ധിച്ചോളുക. പറ്റുന്നവർ മാത്രം ചെയ്തോളുക. ഓഡ് നമ്പേഴ്സ് മീൻസ് 7, 9, 11 എക്സെട്ര. ഓക്കെ. പഞ്ചമി ദിവസം അമ്മയ്ക്ക് മഞ്ഞൾ മാല ചാർത്തുക എന്നത് അമ്മയുടെ ബ്ലെസ്സിങ് പൂർണ്ണമായിട്ട് നമ്മളിൽ വന്നു ചേരാനുള്ള ഒരു അവസരം കിട്ടുന്നതിന് തുല്യം. വേറൊന്ന് പറയാം, മഞ്ഞൾ മാല ചാർത്തുന്നു എന്നുണ്ടെങ്കിൽ ശുദ്ധപത്തമായിട്ടിരുന്നിട്ട് തന്നെ ചെയ്യുക. എന്നാലും മഞ്ഞൾ മാല ചാർത്താൻ പറ്റാത്തവർ ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഇത് എഴുതി വയ്ക്കാനായിട്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? മഞ്ഞൾ എത്ര കെട്ടുന്നുവോ, ഇപ്പോൾ 7 ആണോ 9 ആണോ 11 ആണോ അത്രയും ടൈംസ് നിങ്ങൾ ഈ സ്വിച്ച് വേർഡും ചൊല്ലുക. മഞ്ഞൾ മാത്രമല്ല, നിങ്ങൾക്ക് ഗ്രാമ്പൂമാലയും ഇടാവുന്നതാണ്. അതിൻ്റെ റിസൾട്ടും അമേസിങ് ആയിരിക്കും. പറഞ്ഞ പോലെ എന്ത് എഴുതിയിരിക്കുന്നോ അതുപോലെ വായിക്കുക. സ്വിച്ച് വേർഡ് എഴുതുക, ദെൻ നമ്മുടെ നീഡ് എഴുതുക, ദെൻ എഗെയിൻ അടുത്ത സ്വിച്ച് വേർഡ് എഴുതുക, ദെൻ നമ്മുടെ നീഡ് എഴുതുക. ഇങ്ങനെ എഴുതി അമ്മയ്ക്ക് മാല കെട്ടി ചാർത്തുക. ഇത്രയേ ഉള്ളൂ. ഇത് വന്നിട്ട് ഡേ ടൈമിൽ ചെയ്യുന്നത് വിട ബ്രഹ്മമുഹൂർത്ത സമയത്ത് ചെയ്താൽ ഒരു സൂപ്പർ പവർ കിട്ടും. പഞ്ചമി തിഥി ആണെങ്കിൽ ആ സമയത്ത്. അങ്ങനെയാണ് ഐതിഹ്യം. ഒരു ചില പേർക്ക് വന്നിട്ട് വീഡിയോ മിസ്സായി കാണാൻ പറ്റിയില്ല, പഞ്ചമി തിഥി കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്തോളുക. എന്നിട്ട് അടുത്ത പഞ്ചമി തിഥി വരുമ്പോൾ ഓർത്ത് വെച്ച് ചെയ്യുക. വൺസ് അഗൈൻ റിപ്പീറ്റ് ചെയ്യാം. ഒത്തിരി പേർക്ക് പഞ്ചമി തിഥിയിൽ പീരീഡ്സ് ആയിരിക്കുന്നവർ വളരെ സങ്കടത്തോടെ പറഞ്ഞതിനാലാണ് ഈ വീഡിയോ ഞാനിന്ന് ചെയ്തിരിക്കുന്നത്. പീരീഡ്സ് ആയിരിക്കുന്നവർക്കും വേണമല്ലോ, പ്രാർത്ഥിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നോർമലി ഇരിക്കുന്നവർ മഞ്ഞൾ മാലയോ ഗ്രാമ്പൂമാലയോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളുക. അല്ലാത്തവർക്ക് നോ റെസ്ട്രിക്ഷൻസ്. മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.